യെസ്, എന്തായാലും 3 വിദ്യാർത്ഥികൾക്കാണ് ഷോക്കേറ്റത്. അതിലൊരു വിദ്യാർത്ഥി മരിക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന സംശയവും പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ പ്രതികരണവുമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തുന്നുണ്ടായിരുന്നു. വഴിക്കടവുള്ളവർ കാര്യമറിയുന്നതിന് മുൻപ് തന്നെ UDF ഇക്കാര്യം അറിയുകയും പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ നിലമ്പൂരിൽ വിഷയദാരിദ്ര്യമുണ്ട്. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി കർഷകരുടെ രോഷം അത് ഉണർത്താനുള്ള ഒരു നീക്കം, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും എന്നാണ് വനമന്ത്രി പ്രതികരിച്ചത്. നമുക്ക് വനമന്ത്രിയുടെ വാക്കുകളിലേക്ക് പോകാം. വനം വകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല. കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വൈദ്യുതി ബോർഡും അറിഞ്ഞില്ല, വൈദ്യുതിയുടെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തിലൂടെ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ, അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സലാം, ഈ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ എന്താണ് വനമന്ത്രിയുടെ നിലപാട്? ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കേണ്ടി വരുമെന്നാണോ മന്ത്രി പറയുന്നത്? ദിവ്യ, വഴിക്കടവ് ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ വനമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷം ഗൂഢാലോചന നടത്തിയതാണ് ഈ മരണത്തിന് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത് മലപ്പുറത്ത്, അതായത് നിലമ്പൂർ ഈ സംഭവം ആളുകൾ അറിയുന്നതിന് മുമ്പ് തന്നെ മലപ്പുറത്ത് UDF ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ആ രീതിയിൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക, ആരാണ് ഇതിന്റെ പ്രയോക്താവ്, അവരാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയതായി സംശയിക്കുന്നത് ാണ് അദ്ദേഹം പറഞ്ഞത്. ചത്തത് ഭീമനെങ്കിൽ കൊന്നത് കീചൻ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ചില മാധ്യമങ്ങളും കൂടാതെ പ്രതിപക്ഷ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷവും പോകുന്നു. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ വനം വകുപ്പിനെയും സർക്കാരിനെയും അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫെൻസിംഗ് എന്ന രീതി ഈ വനം വകുപ്പ് സ്വീകരിക്കാറില്ല. വന്യജീവികളെ നേരിടുന്നതിൽ ഇലക്ട്രിക് ഫെൻസിംഗ്, വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു നേരിടൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇത് കേന്ദ്രത്തിന്റെ നിയമം തന്നെ അത്തരത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വനം വകുപ്പിന് യാതൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ യാതൊരു വനം വകുപ്പിന്റെ ഭാഗത്തുള്ള ഒരു വീഴ്ചയായി ഇതിനെ കാണാൻ കഴിയില്ല. കൂടാതെ വൈദ്യുതി വകുപ്പും ഈ സംഭവം അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു കാരണമായി ഇതിനെ കാണാനാകില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം സ്വീകരിച്ചത് പ്രതിഷേധമായാലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഗൂഢാലോചന ഉണ്ടായി എന്ന് സംശയിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ UDFിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഒരു കുട്ടിയുടെ മരണം, അതായത് കുട്ടിയുടെ ഇത് കൊല്ലപ്പെട്ട കുട്ടിയുടെ മരണത്തിന് പിന്നിൽ തന്നെ പ്രതിപക്ഷമാണെന്നാണ് വനം വകുപ്പ് മന്ത്രി പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള മന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് ഷോക്കേറ്റുള്ളത്. വൈദ്യുതി വകുപ്പ് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. KCBക്ക് ഇക്കാര്യത്തിൽ യാതൊരു അറിവും ഉണ്ടായിട്ടില്ല. KCB അറിയാതെ അനധികൃതമായി ഇതിൽ നിന്നും ലൈൻ വലിച്ച് അതിൽ നിന്നും ഷോക്കേറ്റാണ് കുട്ടിയുടെ മരണം ഉണ്ടായിട്ടുള്ളത്. 2 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലും തുടരുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ 2 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ ചോദ്യം ചെയ്തതിനു ശേഷമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ മറ്റുള്ള ആരുടെ വീഴ്ചയാണെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ എന്നാണ് മന്ത്രി പറയുന്നത്. സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക, ആരാണ് ഇതിന്റെ പ്രയോക്താവ്, ആ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ നിലവിൽ ഈ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കൂടാതെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ കുട്ടി കൊല്ലപ്പെടാനുള്ള കാരണം തന്നെ അല്ലെങ്കിൽ കുട്ടിയുടെ മരണം തന്നെ ഈ UDFിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതെന്നാണ് വനം വകുപ്പ് മന്ത്രി പറയുന്നത്. ദിവ്യ.